നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ പ്രഗത്ഭരായ നേതാക്കളെല്ലാം CPIയുടെ കൂടെ നിന്ന ജില്ലയാണ് തൃശൂർ. പിന്നീട് തീവ്രവാദ രാഷ്ട്രീയത്തിന്റെയും ഒടുവിൽ AV ആര്യൻ ഗ്രൂപ്പിന്റെയും വെല്ലുവിളികൾ നേരിട്ടിരുന്നതുകൊണ്ട് അഴീക്കോടൻ രാഘവന്റെ പ്രത്യേക പരിഗണനയിലും പരിചരണത്തിലുമായിരുന്നു തൃശൂർ ജില്ലയിലെ പാർട്ടി സംഘടന. CPIയും തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സംഘടനാ ചാർജ് സഖാവ് അഴീക്കോടനായിരുന്നു. ജില്ലാ സെക്രട്ടറി അന്ന് KK മാമക്കുട്ടിയാണ്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളിലൊന്നാണ് ഈ ഒരു സ്റ്റേഷനറി കടയിലെ ഒരാളുമായിട്ട് അയാളായിട്ട് അഴീക്കോടൻ ചിരിച്ചുകൊണ്ട് ബന്ധം വയ്ക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അവരുടെ പേര് ചോദിച്ച് അങ്ങനെ അത് ദീർഘകാല ബന്ധത്തിൻ്റെ ഒരു തുടക്കമായി. പിന്നീട് അടുത്ത തവണ വരുന്ന സമയത്ത് അഴീക്കോടൻ തന്നെ സെക്രട്ടറിയുടെ അഡ്രസ്സിൽ ഒരു ലേഖനം എഴുതി ശരിയാക്കി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇന്നേ ആൾക്ക് കൊടുക്കണമെന്ന്. അതൊരു വലിയൊരു ഗൗരവമുള്ളൊരു കവറൊന്നും ആയിരുന്നില്ല. എന്നാലും ഈ മനുഷ്യൻ ഇയാൾക്ക് കിട്ടിയ ഒരു നിധി പോലെ ഇതും എടുത്തിട്ട് അപ്പം തന്നെ ഓടി എന്നാണ് ആ പാർട്ടി ഓഫീസിലേക്ക്. 1972 സെപ്റ്റംബർ 21 കർഷക തൊഴിലാളി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഗേറ്റിൻ്റെ ചാർജ് സഖാവ് അഴീക്കോടനായിരുന്നു. സ്വദേശി ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് പാർട്ടി ഓഫീസും അന്നത്തെ എൻ്റെ വരയുടെ വർക്ക്ഷോപ്പും ഒക്കെ ആ സൊസൈറ്റി സ്വദേശി ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഗേറ്റ് കാണിച്ചു, ഗേറ്റിൻ്റെ സ്കെച്ച് കാണിച്ചു. സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രീനിവാസനെ, ഓഫീസ് സെക്രട്ടറി ശ്രീനിവാസനെ അഴീക്കോടൻ വിളിച്ച് സംസാരിക്കുകയും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. പിന്നെ മാഷ് ഞാൻ മറ്റന്നാൾ രണ്ട് ദിവസം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് തൃശ്ശൂരിൽ, സമയം വൈകുന്നേരം. ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 10 വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെക്കുറിച്ചുള്ള കൂടുതലായ ഓർമ്മകളൊന്നും മനസ്സിലില്ല. അച്ഛൻ വരുന്നതും മാസത്തിലൊരിക്കൽ 1-2 തവണ വരുന്നതും പോകുന്നതും, അത് രാത്രി വന്ന് രാവിലെ പോകും, ആ ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ വരുമ്പോൾ നമുക്ക് അല്പം മിഠായിയും കുറേ ബുക്സും ആണ് അധികം കൊണ്ടുവരിക. അച്ഛൻ ലാസ്റ്റിലെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പം അച്ഛൻ്റെ ഷേവിങ് സെറ്റിലുള്ള ഒരു ബാഗ് മറന്നു വരുന്നു. അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിന് മറ്റൊരു വഴിയിലൂടെ അച്ഛനെ തേടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ അച്ഛനെ അവസാനം കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. വീട്ടിൽ അവസാനം കാണുന്നത് ഞാനാണെന്ന് തോന്നുന്നു അച്ഛനെ ജീവനോടെ. ഇതാണ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ. അച്ഛൻ്റെ ആ ചേതനയേറ്റ ശരീരത്തോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ, EMS അടക്കമുള്ള പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വീട്ടിലെത്തിയിരുന്നു. EMSൻ്റെ അന്നത്തെ ദുഃഖം ഘനീഭവിച്ച ആ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത്രയും ഒരു ദുഃഖഭരിതമായിരുന്നു ഞങ്ങളുടെ നമ്മുടെ ആ സന്ദർഭം. വീട്ടിലെത്തിയപ്പോഴുള്ള ആ ചുറ്റുപാട്. പിന്നീട് ഞങ്ങൾ വളരുംതോറും അച്ഛനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഓർമ്മകൾ ഞങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. ജനങ്ങളിലാണ് അച്ഛനെ സ്നേഹിക്കുന്ന ജനങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളിലൂടെയാണ് ഞങ്ങൾ അച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും. അതുപോലെ തന്നെ ഞങ്ങൾ ആ വിപ്ലവ പാർട്ടിയുടെ ഏറ്റവും വലിയ ഞങ്ങൾ പാർട്ടിയോടൊപ്പം വളരുന്നതും ഞങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹത്തിലൂടെയായിരുന്നു. അച്ഛൻ ഇത്രയും 43 വർഷം കഴിഞ്ഞിട്ടും അച്ഛൻ ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ളത് വെച്ചാൽ അച്ഛൻ്റെ ഓർമ്മകൾ എന്നും ഞങ്ങൾക്കൊരു വഴികാട്ടിയായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിൽ എറണാകുളം ജെട്ടിക്കടുത്ത് കാനൻ ഷെഡ് റോഡിലുള്ള മാരുതി വിലാസം ഹോട്ടലിനും ശ്രദ്ധേയമായ ഒരിടമുണ്ട്. 80കൾ വരെ അവിടെയാണ് മിക്കവാറും എല്ലാ ബഹുജന സംഘടനകളുടെയും യോഗങ്ങളും കൺവെൻഷനുകളും നടന്നിരുന്നത്. അഴീക്കോടന്റെ മാരുതിയിലെ നിമിഷങ്ങൾ വളരെയധികം തിരക്ക് പിടിച്ചതായിരുന്നു. തനിക്ക് ചുമതലയുള്ള നിരവധി സംഘടനകളുടെ ഫ്രാക്ഷനുകളും യോഗങ്ങളും അതിൽ നടക്കുന്ന ചർച്ചകളുമെല്ലാമായി സെപ്റ്റംബർ 22 മാത്രമല്ല 23 അഴീക്കോടൻ എറണാകുളത്ത് തന്നെ ചെലവഴിച്ചു. സെപ്റ്റംബർ 24 തൃശ്ശൂരിൽ വെച്ച് പ്രതിപക്ഷ നേതാക്കളുടെ ഒരു യോഗം അഴീക്കോടൻ തന്നെ വിളിച്ചു ചേർത്തിരുന്നു. സെപ്റ്റംബർ 25 കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്ന നവാബിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായിരുന്നു ആ യോഗം. വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ, തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ,
കണ്ഠം വിറയ്ക്കാതെ പാടൂ.